പണ്ട് ഈ ഒരു കോമ്പറ്റീഷനോ പോകുമ്പോഴത്തേക്ക് ഒരു പ്രിൻ്റ് എടുക്കാനായിട്ട് 30,000-40,000 രൂപ ചിലവാകും. അത് നടൻ ചിലവാക്കിയാൽ മത്സരത്തിന് അയക്കാം എന്നൊരു നിർമ്മാതാവ് എന്നോട് പറയുകയുണ്ടായി ഒരിക്കലും. നമ്മൾ സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞു. ഞാൻ ജോലി ചെയ്ത കാശ് എൻ്റെ കുടുംബത്തിനാണ്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കാണ്. സംവിധായകൻ എന്ന നിലയിൽ താങ്കൾ പരാജയപ്പെട്ടു, പൂർണ്ണ പരാജയം. നമ്മുടെ അവാർഡിനൊക്കെ പരിഗണിക്കപ്പെടേണ്ട ഒരു വേഷമായിരുന്നു, പക്ഷെ പരിഗണിക്കപ്പെട്ടില്ല. എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ രാമ ശ്രീരാമ തേടി വരും സീത നീ പോകും വഴിയെല്ലാം ഈ സീത വരും കൂടെ. അമ്പിളി ചേട്ടനെ വളരെയധികം ആരാധിക്കുന്ന ഒരു വ്യക്തി വന്നിട്ടുണ്ട്. ഞാൻ ക്ഷണിച്ചോട്ടെ? ക്ഷണിക്കണം. മുഹമ്മദ് ഷരീഫ്, ഇരുന്നോളൂ. എൻ്റെ ഒരു ആരാധകനാണെന്ന് പറഞ്ഞു. ആരാധകനൊന്നുമില്ല, ദൈവത്തെ മാത്രമുള്ള ആരാധിക്കുക, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ. ശരി ശരി. എന്ത് ചെയ്യുന്നു മുഹമ്മദ് ഷരീഫ്? ഞാൻ പത്രത്തിന്റെ വിതരണവും മറ്റു കാര്യങ്ങളൊക്കെ സാധാരണ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളാണ്. എവിടെയാണ് വീട് ഷരീഫ്? എൻ്റെ വീട് പെരിന്തൽമണ്ണ കാപ്പ് എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഇന്ന് താങ്കൾ ദൈവത്തെ പോലെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി താങ്കളുടെ മുമ്പിലുണ്ട്. കുറേ കാലമായിട്ട് മനസ്സിൽ ഉരുക്കൂട്ടി വെച്ച ഒത്തിരി കാര്യങ്ങളുണ്ടാവും പറയാനും അറിയിക്കാനും, അല്ലേ? പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ ഒത്തിരി സിനിമകൾ 1000-ൽ ഒരു പ്രേക്ഷകൻ മാത്രം ഞാൻ. എന്നാലും അദ്ദേഹത്തിന്റെ ഇമ്പിച്ചി എന്ന കഥാപാത്രമാണ്. അത് അധികം ആരും പരാമർശിക്കാറില്ല. ബലൂൺ 1982 രവി ഗുപ്തൻ ആദ്യ ചിത്രം ബലൂൺ. TV കൊച്ചുബാബയുടെ ഒരു 10 വർഷം മുമ്പ് മരിച്ച ഒരു ബലൂൺ നമ്മുടെ വായനശാലകളൊക്കെ ഉണ്ട്. സിനിമ എത്രത്തോളം വിജയിച്ചു അറിയില്ല, പക്ഷെ അതിൽ ആ കഥാപാത്രം വിജയമല്ല, ആ കഥാപാത്രത്തെ നിങ്ങളെ സ്വാധീനിച്ചു എന്ന് കേട്ടത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ പുള്ളി കുറെ പാട്ട് രംഗത്ത് നമ്മുടെ അടുത്ത കാലത്ത് 1-2 പാട്ടുകളാണ് അമ്പിളിച്ചേട്ടന്റെ പേരിൽ പോയി അറിയപ്പെടാറ്. എൻ്റെ ശബ്ദത്തിൽ തന്നെ പാടിയ ഒരു രാമ ശ്രീരാമ എന്നൊരു പാട്ട്, ഉത്സവമാണ്. അത് ആ കഥാപാത്രത്തിന് വേണ്ടി അങ്ങനെ വേണോ ആ പാട്ട്, അപശ്രുതി വേണമെന്നർത്ഥം. അത് ഞാൻ പാടിയാലേ ശരിയാവും. അതുകൊണ്ടാണ് എന്നെ കൊണ്ട് മ്യൂസിക് ഡയറക്ടർ പാടിച്ചത്. വേറൊരു പാട്ടുണ്ട് ചക്കരയുമേല്, കൃഷ്ണേന്ദ്രനും ബേബി ശാലിനൊപ്പം ആനേനെ വാങ്ങാൻ പോയി. അത് ഞാനല്ല പാടിയിരിക്കുന്നത്. താങ്കളൊരു ശബ്ദം ഞാൻ ശബ്ദം കൊടുത്തു, ഡയലോഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ്. ഞാൻ നോക്കിക്കോട്ടെ? നോക്കിക്കോളൂ. ഞാനൊരു പ്രേക്ഷക എന്ന നിലയ്ക്ക് എൻ്റെ കൊടുത്തോളൂ. ബിസി ബലൂൺ, ബഷീർ അടിക്കുറിപ്പ്, മോഹൻ പ്രകാശ് കർത്തവ്യം, ഉണ്ണിച്ചായൻ സ്വാധീനിച്ച കഥാപാത്രങ്ങളല്ലേ? ശ്രീമാരൻ തമ്പി സാറിൻ്റെ വാക്കും. മലയാള സിനിമയിൽ ഞാൻ നിക്ഷേപിച്ച ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ജഗദീഷ് ശ്രീമാർ തമ്പി ചേട്ടൻ്റെ വാക്ക്. സോ താങ്ക് യു. ഞാൻ ഇങ്ങനെ സൂക്ഷിക്കും, തീർച്ചയായിട്ടും സൂക്ഷിച്ചു വയ്ക്കും. നമ്മുടെ ഗാനഗന്ധർവനും ജയചന്ദ്രനൊക്കെ ജഗദീഷ് ചേട്ടന് വേണ്ടി പാടിയിട്ടുണ്ട്. ചില പാട്ടുകൾ ആകാശവാണി ശ്രദ്ധിക്കുമ്പോൾ അത് അറിയാറുണ്ട്. ഒരു പാട്ട് അനുരാഗ നാട്ടിലെ തമ്പുരാട്ടി, യൂസുഫ് അലി കേച്ചേരി മദാലസാണ് സിനിമയില്. കല്യാണ സദ്യക്ക് വന്നു ചേരണം, കർത്തവ്യം ജോഷിയുടെ പടം. പിന്നെ മുഖ്യമന്ത്രി എന്ന സിനിമയില് ആശാനെ പൊന്നാശാനെ ഈ നാടിന്റെ നീ എന്താവും, സെലിൽ ചൗധരിയുടെ ഒരു ഈണത്തില് ആറാട്ടുകടവിൽ തമ്പി സാറിനെ എഴുതിയത്. അതിന്റെയൊക്കെ പ്രിന്റ് എപ്പോഴുണ്ടോന്ന് അറിയില്ല. ഷരീഫിന് വേണ്ടിയിട്ട് അമ്പിളിച്ചേട്ടൻ ഒരു 2 വരി പാടും. രാമ ശ്രീരാമ തേടി വരും സീത നീ പോകും വഴിയെല്ലാം ഈ സീത വരും കൂടെ. അദ്ദേഹത്തിന് കൊടുക്കേണ്ട അദ്ദേഹത്തെ സൂക്ഷിക്കാമെന്ന വാക്കും ഷെരീഫിന് നൽകിയിട്ടുണ്ട്. വലിയ വിലപിടിപ്പുള്ളൊരു സമ്മാനമൊന്നുമല്ല. വിലപിടിപ്പ് ഈ സമ്മാനത്തിൽ ഇതിൻ്റെ വിലയല്ല, ഈ പേപ്പറിൻ്റെ ഇതിൻ്റെ. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെടണം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത കഥാപാത്രങ്ങളും നിങ്ങളെപ്പോലെ 1-2 പേർ മാത്രം അംഗീകരിക്കപ്പെടുന്നതുമായ കഥാപാത്രങ്ങൾ. പ്രത്യേകിച്ച് ഇതിനൊരു സാർവലൗകികത്വം ഇല്ല, അതൊരിക്കലും എനിക്കുണ്ടായിട്ടില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഇമ്പിച്ചി, ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന കഥാപാത്രം, അതിന് എത്രത്തോളം പ്രചാരം കിട്ടി എന്നുള്ള അറിയില്ല. പക്ഷെ നിങ്ങളത് മലപ്പുറത്തല്ലേ, മലപ്പുറത്തു നിന്ന് വന്നിട്ട് നിങ്ങളത് ഓർമ്മിക്കുന്നല്ലോ എപ്പോഴും. മുകേഷിൻ്റെ ആദ്യത്തെ ചിത്രം, പിന്നെ സായിയുടെ സഹോദരി ശോഭയുടെ ആദ്യത്തെ ചിത്രം, കൃഷ്ണസ്വാമി റെഡ്ഡിയാറാണ് അത് നിർമ്മിച്ചത്. തിക്കുറി സാർ പാട്ടെഴുതി, ജലജ നായിക, മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശക്തമായ വേഷമാണ്, യാതൊരു സംശയമില്ല. വളരെ ഭംഗിയാക്കും ഞാൻ അന്നത്തെ കാലത്ത് ചെയ്തു. 30 വർഷമായ കഥാപാത്രം. പക്ഷേ ഉദ്ദേശിച്ച പോലെ ചിത്രത്തിന് പ്രദർശന വിജയം നേടാൻ സാധിച്ചിട്ടില്ല. നാനയുടെ എഡിറ്ററായ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ ആയിരുന്നിട്ട് കൂടി വിളംബരത്തിന് യാതൊരു കുറവുമില്ലല്ലോ. പണ്ട് ഈ ഒരു കോമ്പറ്റീഷനോ പോകുമ്പോഴത്തേക്ക് ഒരു പ്രിൻ്റ് എടുക്കാനായിട്ട് അനിയൻ്റെ അറിവിലേക്ക് കൊണ്ട് പറയാം 30,000-40,000 രൂപ ചിലവാകും. അത് നടൻ ചിലവാക്കിയാൽ മത്സരത്തിന് അയക്കാം എന്നൊരു നിർമ്മാതാവ് എന്നോട് പറയുകയുണ്ടായി ഒരിക്കലും. നമ്മൾ സൗകര്യപ്പെടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ജോലി ചെയ്ത കാശ് എൻ്റെ കുടുംബത്തിനാണ്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കാണ്.
ഇതിൻ്റെ പ്രിൻ്റൊന്നും എടുത്തിട്ട് എനിക്കിപ്പം സർക്കാരിന് അയച്ച് സമ്മാനവും നേടാണ്ടെന്ന് പറഞ്ഞവനാണ് ഞാൻ. താങ്കളുടെ തുറന്ന പറച്ചിൽ എന്നും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അച്ചടി മാധ്യമങ്ങളിലൂടെ. അതായത് അതെടുത്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ കിട്ടും എന്നുള്ള അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നിങ്ങളുടെ ഒരു അവാർഡാണ് എന്നെ സംബന്ധിച്ചത്. അത്രയും ദൂരത്തു നിന്നിട്ട് വളരെ വളരെ വെട്ടിച്ചിറ ഡയമണ്ട്, ആർദ്രം, കവല, മൂന്നാം പക്കം, ഇക്രു, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്, 4-5 സ്റ്റേജുകളാണ്. അതായത് സ്കൂൾ കുട്ടിയായിട്ട് വരുന്നു, യുവാവ് കോളേജ് ബോയായിട്ട് മാറുന്നു, പിന്നെ കൗമാരം, അങ്ങനെ 4-5 മനുഷ്യൻ്റെ സ്റ്റേജുകളാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഭൂഷണമല്ല, നിങ്ങളത് പറയണം. താങ്കൾക്ക് മികച്ച വേഷങ്ങൾ നൽകിയത് അല്ലെങ്കിൽ ചെറുകിട സംവിധായകരാണ്, വലിയ സംവിധായകരാണ്. ഇല്ലല്ല, സുരേഷ് ഉണ്ണിത്താന, തോവാളപ്പൂക്കൾ. അതെ, സുരേഷ് ഉണ്ണിത്താൻ, ഇപ്പൊ പറഞ്ഞ ശ്രീ കലാധരന്റെ അപൂർവം ചില, അങ്ങനെയൊക്കെയുള്ള ചെറിയ സംവിധായകരാണ് വലിയ മറക്കാനാവാത്ത വേഷങ്ങൾ തന്നിരിക്കുന്നത്. ഒരു സംവിധായകൻ എന്ന നിലയിൽ താങ്കൾ പരാജയപ്പെട്ടു, പൂർണ്ണ പരാജയം. ഞാൻ നേരത്തെ പറഞ്ഞു, അത് പറഞ്ഞു, അതിനെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് താങ്കൾ അത് എല്ലാ നടന്മാരും താങ്കൾ ഓരോ സിനിമകൾ സംവിധാനം ചെയ്യണമെന്ന്, എന്നാലേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു. എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും ഷെരീഫ് വന്നതിൽ വളരെയധികം സന്തോഷം. തുറന്നു പറഞ്ഞതിലും ഈ നിഷ്കളങ്കമായ സ്നേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിലപ്പുറം ഞാൻ താങ്കൾ ആദ്യമായിട്ട് കാണാം. അതിലേതെങ്കിലും യാതൊരു യോഗ്യതയും ഇല്ലാത്ത കഥാപാത്രത്തിലുണ്ടോ എന്നാണ് ഞാൻ നോക്കിയത്. ഉണ്ടെങ്കിൽ ഞാൻ ചോദ്യം ചെയ്യുമായിരുന്നു, ഇതെന്തർത്ഥത്തിലാണ് ഇട്ടിരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. അതൊന്നുമില്ല. ഈ ബലൂൺ, അടിക്കുറിപ്പ്, കർത്തവ്യം, മിന്നാരം, മീശമാധവൻ, പച്ചാളംബാസി, ഉദയനാടുതാര, അപ്പുക്കുട്ടൻ, യോധ, വെട്ടിച്ചിറ ഡയമൻ, ആർദ്രം, കവല, മൂന്നാം പക്കം, ഇക്രു, പിടക്കോഴി, കാരാട്, അബ്ദുൾ റഹ്മാൻ, പരദേശി, കറക്റ്റ്, കടലാസ്, കാബൂളിവാല, വെളിച്ചപ്പാട്, പൊന്നൂട്ടിരുന്ന്, തറവ്, നിശ്ചൽ, കിലുക്കം, കമ്പോട്ടർ, നാരായണൻ, താളവട്ടം. വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ. ജഗതിയുടെ 10 പടങ്ങൾ എണ്ണാമോ എന്ന് ചോദിച്ചവർക്കൊരു ഉത്തരവാണ്. മികച്ച വേഷങ്ങൾ, അയാളുടെ 10 പടങ്ങൾ എണ്ണി പറയാമോ എന്ന് ചോദിച്ചവർക്കൊരു ഉത്തരവാണ് താങ്കൾ തന്നിരിക്കുന്നത്. നാളെ ഞാനിത് പറയും. അമ്പിളിച്ചേട്ടാ, താങ്കൾ നേരത്തെ പറഞ്ഞു നോട്ടം എന്ന ചിത്രത്തിലെ കഥാപാത്രം പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് വന്ന സിനിമകളിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ഉറുമി എന്ന സിനിമയിൽ താങ്കൾ ചെയ്ത കഥാപാത്രം. അമ്പിളിച്ചേട്ടൻ പറഞ്ഞില്ലേ, വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനെയുള്ള ചാലഞ്ചസ് വരിക. നമുക്ക് ആ ഉറുമിയിലെ ക്ലിപ്സ് കുറച്ച് കാണാം. ഇനി ലക്ഷദ്വീപിന്റെ ഗവർണർ, മിനിസ്റ്റർ കുറുപ്പ്, പടിഞ്ഞാറേ ആദനരും വടക്കേ ഹോമുർജലും കിഴക്കേ മലാക്കയിൽ നിന്നും വരുന്ന മുഴുവൻ ചരക്കു കപ്പലുകളുടെയും ചുങ്കം പിരിക്കുന്നതിന്റെ കോൺസുൾ. എടാ ചക്രത്താലി അസീം പക്കി, ഈ ചേണച്ചേരി കുറുപ്പിന് ഇടനില നിൽക്കാൻ നീ ആളായോ? ഈ സമ്മാനം ഇപ്പൊ വാങ്ങിയാൽ എന്നെ കയറ്റി അയക്കുന്ന പത്തയമാരി ലക്ഷദ്വീപിലേക്കാണോ അതോ ശിക്ഷദ്വീപിലേക്കാണോ പോകുന്നെന്ന് തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി എനിക്കുണ്ട്. ഇതുവരെ കെട്ടിയാടിയ ബൃഹന്നള വേഷം അഴിക്കുകയാണ് കുറുപ്പ്. പറങ്കി സാമ്രാജ്യത്തിന് നേരെ ഇന്നാട് തുറന്നു പിടിച്ച 2 കണ്ണുകൾ കൂടി അണയാനുണ്ട്. അത് കെടുന്നത് കണ്ടിട്ട് വാങ്ങാം ഈ സമ്മാനം. സിഞ്ഞോർ എസ്താവിയോ, ആളായും അർത്ഥമായും. അമ്പിളിച്ചേട്ടാ, ഇത് എനിക്ക് തോന്നുന്നു പീരിയഡ് സിനിമയിൽ അവസാനമായി വന്ന സിനിമയാണ്. ഞാൻ ചെയ്ത എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ വ്യത്യസ്തതയുള്ള ഒരു കഥാപാത്രം. കുറച്ച് കാലങ്ങൾക്ക് ശേഷം കഥാപാത്രമാണ് ഇങ്ങനെ കിട്ടിയത്. അതെന്ന് വെച്ചാൽ അല്പം സ്ത്രൈണത ഇദ്ദേഹം സ്വഭാവത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ വാസ്തവത്തിൽ സ്ത്രൈണത ഉള്ള ആളല്ല. ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഈ രാജാവിന് ഞാൻ ദുർബലനാണ് എന്ന് ഭരണാധികാരിക്ക് തോന്നിക്കാൻ വേണ്ടിയുള്ള ഇയാളൊരു ചേഷ്ട മാത്രമായിരുന്നു. അധിക സ്ത്രൈണത വന്നു കഴിഞ്ഞാൽ ആ കഥാപാത്രം പാളിപ്പോകും. അപ്പോൾ അതിനനുസരിച്ച് വേണ്ട സമയത്ത്, അതുപോലെ തന്നെ എക്സ്പ്രഷൻസിൻ്റെ മാറ്റങ്ങളും വളരെ ഇയാൾ ഇതൊരു നെഗറ്റീവ് ക്യാരക്ടറാണ്. നെഗറ്റീവ്. എനിക്കിതൊരു താതാത്മ്യമുള്ള ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ മഹാഭാരതത്തിലെ ശകുനി. ഞാൻ എക്സാമ്പിളായിട്ട് പിടിച്ചതും മഹാഭാരതം വായിച്ച് നടനെയല്ല, അത് അഭിനയിച്ചിട്ടുള്ള നടന്മാരെ അല്ല, പെട്ടെന്ന് പറഞ്ഞ മഹാഭാരതത്തിലെ ശകുനിയെ മനസ്സിൽ ഉൾക്കൊണ്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് തോന്നി ചെയ്ത കഥാപാത്രമാണ്. വാസ്തവത്തില് താങ്കളുടെ ക്യാരക്ടർ വളരെയധികം പ്രശംസിക്കപ്പെട്ടു. എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു സഹപാഠിയുടെ അച്ഛൻ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ ഒരു ഡ്രസ്സും ഒക്കെ ഇട്ട് നമുക്ക് അതിന് സംസാരിക്കുന്നതിന് മുമ്പ് വാസ്തവത്തിലൊരു സീൻ കാണാം. പൊന്നമ്പുരാന്തിന് മനസ്സനാട് ഭരിച്ചിരുന്ന കാലം, അന്നാണ് ആദ്യമായി തിരുവനന്തപുരത്ത് കാലൂത്തുന്നത്. എനിക്കെന്ന് 13 വയസ്സ് പ്രായം. പിന്നെ സ്വാതന്ത്ര്യ സമരമായി, ഉത്തരവാദിത്വ ഭരണമായി, ഒടുവിൽ സർസിപ്പി അദ്ദേഹത്തിന് വെട്ടിയതോടെ രാജ്യാന്യാധീനമായി. തിരുവിതാംകൂർ ഇന്ത്യ യൂണിയനിൽ ലയിച്ചു. ഈ ഞാൻ പെരുവഴിയിലുമായി. പക്കലക്കാരൊരു രാഘവ കൈമളാണ് എന്നെ പനമ്പള്ളി പോകുന്ന മേനോ സാറിന്റെ അടുത്ത് എത്തിച്ചത്. കൈമളി ദിവാൻ അദ്ദേഹത്തിന്റെ ADC ആയിരുന്നു അന്ന്. അങ്ങനെ മേനോ സാറിന്റെ അരിവെപ്പുകാരനായി ഞാൻ ഈ പപ്പനാവന്റെ മണ്ണി ജീവിച്ചു തുടങ്ങി. 57 കമ്മ്യൂണിസ്റ്റ് ആയൊരു ഭരണത്തിൽ വന്നപ്പോ
ഗോവിന്ദ മേനോൻ സാറ് തിരുവനന്തപുരത്തുനിന്ന് കേട്ടി ചറവറ വെയിലത്ത് അന്തവും കുന്തവും വിട്ട് എന്ന് എന്നോട് മേനോൻ സാറ് കേട്ട്. എടാ ഉണ്ണിത്താനെ നിന്റെ കാര്യം എങ്ങനാടാന്ന്. വാകേറിയ ദൈവം വഴിയും കാണിച്ചു തരുമെന്ന് ഞാനും കേട്ടിട്ട് എന്തര ഗോവിന്ദ മേനോൻ സാറ് ഭരണം മാറി പോയപ്പോ ഈ ഹജൂർ കച്ചേരിയിൽ എന്നെ പിയൂണായിട്ട് നിയമിച്ചു. ഇതിന്റെ എക്സാമ്പിൾ, മനസ്സിൽ കണ്ട എക്സാമ്പിൾ, താങ്കളുടെ സഹപാഠിയുടെ അച്ഛൻ എന്ന് പറഞ്ഞു തുടങ്ങി നമ്മൾ. സഹപാഠിയുടെ അച്ഛനാണ്, എന്നോടൊപ്പം മോഡൽ സ്കൂളിൽ പഠിച്ചിരുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ കടം വാങ്ങിക്കാൻ പോകുമ്പോൾ, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കടം വാങ്ങാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിലെ ഗുമസ്തൻ, അന്ന് ക്ലർക്കിന് ഗുമസ്തൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇതേ ഡ്രസ്സും ഇങ്ങനത്തെ മുടിയുമൊക്കെ ആയിട്ട്. പക്ഷേ ഈ വേഷം ഡയറക്ടറാണ് കൺസീവ് ചെയ്തത്, പക്ഷേ ആളെ എക്സാമ്പിൾ ആക്കിയത് പുള്ളിയാണ്. ഇതിനകത്ത് പറയുന്നതാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ഭാഷ എന്ന് പറയുന്നത്. അത് പിന്നെ കുറച്ച് എക്സാജറേറ്റ് ചെയ്താണ് പലരും അവതരിപ്പിക്കുന്നത്, അങ്ങനല്ല. ഇതാണ് അതിൻ്റെ ഞാൻ കേട്ട്, അതൊക്കെയാണ് എൻ്റെ. അപ്പം അത് നമ്മുടെ ഈ സി വി രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞ നോവലിൽ വളരെ വ്യക്തമായിട്ട് ആ കാലഘട്ടത്തിലെ ഭാഷ. ഇപ്പം പിന്നെ അങ്ങനെ സംസാരിക്കാറില്ല. സെക്രട്ടറിയുള്ള എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു വിദ്യാഭ്യാസമൊക്കെ വന്ന ശേഷം അങ്ങനെ പല വീടുകളിലും സംസാരിക്കാറില്ല. അപ്പം ഞാൻ തന്നെ തിരുവനന്തപുരത്താണ് ഞാൻ ജനിച്ചത്, പക്ഷേ എൻ്റെ അമ്മ ചെങ്ങന്നൂക്കാരിയാണ്, അച്ഛൻ തിരുവനന്തപുരം ആണെങ്കിൽ പോലും. പക്ഷെ തിരുവനന്തപുരം എനിക്ക് പറയാൻ സാധിക്കും ചില കഥാപാത്രം. അതാണ് ഇതിലുള്ളത്. ഇത് നമ്മുടെ അവാർഡിനൊക്കെ പരിഗണിക്കപ്പെടേണ്ട ഒരു വേഷമായിരുന്നു, പക്ഷെ പരിഗണിക്കപ്പെട്ടില്ല. അത് പരിഗണിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ പരിഗണിക്കപ്പെട്ടില്ല. എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയും. ഇനിമേൽ അത്തരം അവാർഡുകളോ എനിക്ക് താല്പര്യമില്ല, ഞാൻ സ്വീകരിക്കാൻ വരികയുമില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നു, അവാർഡ് തരേണ്ട, അവാർഡ് വരികയുമില്ല ഞാൻ. പക്ഷെ സ്വകാര്യ അവാർഡ് ഇപ്പണ്ടില്ലേ ആ സഹോദരൻ കൊണ്ട തന്നു, ഞാൻ അതിന് വില. താങ്കളുടെ അധ്യാപകൻ പറഞ്ഞ വാക്കുകൾ ഇതാ, എന്നോടൊപ്പം ഒരു കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന പത്മജ പറഞ്ഞ വാക്കുകൾ, ഇതൊക്കെയാണ് എൻ്റെ അവാർഡ്. ഇതിന് ഇതൊരു മാനസികവും വേറെ ആരുടെ പ്രേരണ കൊണ്ടല്ല, അല്ലെങ്കിൽ ഓരോ വകുപ്പ് നിർദ്ദേശിച്ചിട്ടല്ല ഇവർ ഒന്ന് ഇവിടെ പറയുന്നത്. അവരുടെ മനസ്സിൽ നിന്ന് തോന്നി ഒരു കലാകാരനാണ് ഒന്ന് പോയി അംഗീകരിച്ച് രണ്ട് വർത്തമാനം പറയണമെന്ന് പറയുന്നത്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത്. അതുകൊണ്ടാണ് മറ്റ് അവാർഡുകൾ വേണ്ട എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത്. എന്നും പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ്. ഇനി ആ വിഷയമേ ഇല്ല എനിക്ക്. ഇതിക്ക് വലിയൊരു അവാർഡൊന്നും ഒരു നടൻ ഇനി കിട്ടാനില്ല. ഇനി നമുക്ക് അമ്പിളിച്ചേട്ടൻ്റെ ഒരു ഫിലിം ക്ലിപ്പ് കാണാം. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ സംഭവിക്കാനുള്ളത് നേരത്തെ സംഭവിക്കും. അതങ്ങനെ ചെയ്യാൻ പറ്റുക? ഇവിടെ എന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇവിടെ നിയമം വ്യവസ്ഥയൊന്നുമില്ലേ? ഒരു നിയമവും ഞങ്ങളെ സംരക്ഷിച്ചിട്ടില്ല. ഈ ബസ് മുഴുവനും സാധാരണക്കാരാണ്. മിക്കവരും ജോലി കഴിഞ്ഞ് 2 ദിവസത്തേക്ക് വീട്ടിലെത്താൻ കൊതിക്കുന്നവരാണ്. സ്വന്തം ഭാര്യ മൊബൈലിൽ വിളിക്കുന്നത് പോലും ഇഷ്ടമല്ലാത്ത ചിലവരുണ്ട്. അങ്ങനെയല്ല, അവൾ എൻ്റെ ഭാര്യയാണ്. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. നിങ്ങളും ഒരു സ്ത്രീയല്ലേ, നിങ്ങൾക്കും ഉണ്ടാവില്ല ഒരു കുടുംബം. ഒരു സ്ത്രീ ഇങ്ങനെ ചിന്തിക്കുന്ന ഒട്ടും ശരിയല്ല. മരണത്തിന് സ്ത്രീയോ പുരുഷനോ എന്നില്ല. ആ ഭീതിയാണ് നിങ്ങളെ കൊണ്ടിത് പറയിക്കുന്നത്. ഇതിനോട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് പറയാൻ ഇവിടെ ഒരു വ്യക്തി വരുന്നുണ്ട്. ഞാൻ അവരെ ഒന്ന് സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. വന്നതിൽ വളരെയധികം സന്തോഷം. ഞാൻ പറയുന്നത് ഞാൻ വെരി വെരി ടാലന്റഡ് ഡയറക്ടർ. എനിക്ക് വളരെ വ്യത്യാസപ്പെട്ട മഞ്ചാടിക്കുരു ആദ്യത്തെ പടം. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ വ്യത്യാസമായിട്ടുള്ള പെർഫോമൻസ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ഡയറക്ടറാണ്. ഇന്നത് വേണം എനിക്ക് എന്ന് പറഞ്ഞു, പ്രോംപ്റ്റിംഗ് പോലും ഇല്ലാതെ. ഷീ ഷുഡ് ബി കൺസിഡേർഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടർ. അല്ല, ഞാനത് പറയുന്നത് ആ ഒരു ഒറ്റ ഇതിൽ തന്നെ ഷീ ഷുഡ് ബി കൺസിഡേർഡ് ബിക്കോസ് ഷി ഹാസ് സ്റ്റഡീഡ് ദ വിഷ്വൽ മീഡിയ ഐ തിങ്ക് ഫ്രം ലണ്ടൻ. അത് കഴിഞ്ഞാൽ വളരെ വലിയൊരു ബിസിനസ് പ്രസ്ഥാനമാണ് ഹസ്ബൻഡിൻ്റെ. ആൻഡ് ഷീ ഹെയിൽസ് ഫ്രം ഒരു കാലിബറുള്ള ഫാമിലിയിൽ നിന്ന് സിനിമയോടുള്ള അന്ധമായ സ്നേഹം കൊണ്ട് മാത്രം വന്നതാണ്. രാത്രി 2 മണി 3 മണിയൊക്കെ കൊണ്ടാണ് ആ ചിത്രം ആ ബസ്സിൽ ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തത്. അഞ്ജലി മേനോൻ എന്ന സംവിധായിക ഇപ്പോഴാണ് ജനം ശരിക്കും വൃത്തിയായിട്ട് കാണാൻ പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനു മുമ്പ് വളരെ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തിരുന്ന ഒരു ലേഡിയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെ ഞാൻ ഒരു സ്റ്റില്ല് പോലും കണ്ടിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ വേണം ജനം അറിയാൻ.
പ്രത്യേകിച്ച് സ്ത്രീ സംവിധായകർ നമുക്ക് വളരെ കുറവാണ്. വളരെ കുറവാണ്. രേവതി ഒരു ചിത്രം സംവിധാനം ചെയ്തു. ആ നിത്യക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു ബൈറ്റ് ഉണ്ടല്ലോ, രണ്ടുപേരും ഉണ്ടല്ലോ ഇപ്പോൾ അവിടെ. Hi Jagadi sir, how are you doing? Fine, I want to say a lot of things about you. First of all, that ഞാൻ നിങ്ങളെ ഒരുപാട് റെസ്പെക്ട് ചെയ്യും as an actor, as a person. As you know, നമ്മൾ കേരള കഫേയിൽ നമ്മൾ I think 3 days ഷൂട്ട് ചെയ്തത് ഒരു ബസ്സിൽ, we sat next to each other the whole time, and that's when I got to interact with you and know you better. And നിങ്ങൾ എപ്പോഴും ഞാൻ ഉറുമിയിൽ കണ്ടപ്പോൾ I think ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു, I always think that you're like my good luck charm. എൻ്റെ എല്ലാ ഫിലിമിലും ഉണ്ടാവും. ആൻഡ് എൻ്റെ ഒരു ഫിലിമിൽ ഇല്ലെങ്കിൽ I feel like okay, Jagadi sir is not there in this film. എനിക്ക് ഇനിയും ഓർമ്മയുണ്ട്, നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ടേൺ ചെയ്തിട്ട് യു ആസ്ക് മീ ഷോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, നന്നായിരുന്നോ? No, your shot was very good, so my shot was good, you asked me. So I was very shocked because you're one of the best actors that Malayalam industry has. Thank you very much. Have fun in your show. Bye. Thank you. വളരെ നല്ല വളരെ അപ്കമിങ് ആയിട്ട് ഒരു നല്ല ആക്ട്രസ്സാണ്. ഈ നല്ല രണ്ട് പേരെന്ന് തോന്നിക്കുന്ന അവരെ സെലക്ട് ചെയ്തതാണ് ഡയറക്ടർ. അതിനകത്ത് അഞ്ജലി പറഞ്ഞോളൂ. എനിക്ക് ആക്ച്വലി പറയാനുള്ളത്, ഇപ്പോൾ സാറ് പറഞ്ഞു പല സ്ഥലത്തും പഠിച്ചു എന്നൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു ലെസൺ സാറാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ പടത്തിന് സാറിന് ഓർമ്മയുണ്ടോ, നമ്മുടെ മിഡിൽ ഈസ്റ്റേൺ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒത്തിരി പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ദിസ് ഇസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് അറ്റ് എ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗ്രേറ്റ് ഫൺ ബിക്കോസ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ പ്രീമിയറിലാണ് അവിടെ ഉണ്ടായിരുന്ന ഫിലിം മേക്കേഴ്സ് പോലും ഈ ഫിലിം എല്ലാം കൂടെ ചേർന്നിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് കണ്ടത്. സോ സർ വാസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ ആൻഡ് ജസ്റ്റ് ലൈക്ക് എ റെഗുലർ മൂവി ഗോവർ, അവിടെയുള്ള പോപ്കോൺ എടുത്ത് ശരിക്കും എൻജോയ് ചെയ്ത് കഴിച്ച് കോക്കൊക്കെ കഴിച്ച് വളരെ എൻജോയ് ചെയ്തിട്ട് പടം കാണുമായിരുന്നു, ലൈക്ക് എനി മൂവി ഗോവർ. അപ്പോൾ ഞങ്ങളുടെ പടം കഴിഞ്ഞ ആ ഒരു ടൈമിൽ ഓഡിയൻസ് നന്നായിട്ട് കൈയടിച്ചു. പൊടുന്ന സാർ എന്നോട് തിരിഞ്ഞ് പറഞ്ഞു, അഞ്ജലി, ദിസ് ഈസ് ദ റിയൽ അവാർഡ്, അല്ലാണ്ട് നിങ്ങൾ സ്റ്റേജ് പോയി വാങ്ങിക്കുന്നതല്ല, ഇതാണ് ശരിയായ അവാർഡ്, സോ എൻജോയ്. കാരണം അതിൽ വിദേശത്തു നിന്നുള്ള എല്ലാ ഡെലിഗേറ്റ്സും ഉണ്ട്. അവർക്ക് ജഗദീഷ് കുമാർ ആരാണെന്ന് അറിഞ്ഞുകൂടാ, അഞ്ജലി മേനോൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ, ഭാഷയും വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമില്ല നല്ല ചിത്രങ്ങൾ. ഈ ഗസ്റ്റേഴ്സ് കൊണ്ട് മാത്രം അവർക്ക് സംഭവം മനസ്സിലായി. ഇത് കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് ക്ലാപ്പ് വീഴുന്നത് ഈ അഞ്ജലി മേനോൻ ഡയറക്റ്റ് ചെയ്ത പടത്തിന് വേണ്ടിയിട്ട്. അതൊന്നും ഒരിടത്ത് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടില്ല. ഞാനൊക്കെ അനുഭവസ്ഥരാണ് അല്ലേ, അതാണ് ഇപ്പോൾ പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഇതൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നിരിക്കും അഞ്ജലിക്ക് അതല്ലേ? ഓ ഫെമി, ഇറ്റ് വാസ് സംതിങ് വളരെ ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. ഞാൻ സാറോട് ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട്. ഐ ജസ്റ്റ് റിമെമ്പേർഡ്, പിറ്റേ ദിവസം അവിടെ ഫെസ്റ്റിവലിൽ പിറ്റേ ദിവസം ഞാൻ ദീപ മേത്തയെ പരിചയപ്പെട്ടു അവിടെ. അപ്പോൾ അവർ പറഞ്ഞു എന്നോട്, അവരും ഉണ്ടായിരുന്നു അന്നത്തെ സ്ക്രീനിങ്, ആൻഡ് അവർക്ക് അറിയണമായിരുന്നു ഹൂ ഇസ് ദിസ് ആക്ടർ, ഏതൊക്കെ പടങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ പടങ്ങൾ എനിക്ക് കാണാൻ പറ്റുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് വലിയൊരു ലിസ്റ്റാണ്, സം 1500 ഫിലിംസ് അത്. ആൻഡ് ഷീ സെഡ് ഇറ്റ്സ് ഡിലൈറ്റ്ഫുൾ, ഒരു ഡിലൈറ്റ്ഫുൾ പെർഫോമൻസ് ആണെന്നാണ് പറഞ്ഞത്. സോ അതിനുശേഷം എന്നോടൊന്ന് സംസാരിച്ചു സ്ത്രീകളെ പ്രതിനിധീകരിച്ച് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു മിടുക്കിയായ ഡയറക്ടർ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതായത് ശ്രമിച്ചാൽ സാധിക്കുന്നതാണ്. ബേബി സ്റ്റെപ്സ്, സ്ലോലി I'll try to do. പറയാൻ all my prayer, all my encouragement, all my service whenever you need. Thank you. ഞാൻ പല ഇൻ്റർവ്യൂസും പല ചാനലുകളിലും നടത്തിയതിൽ വളരെ വളരെ ഈ പറഞ്ഞ പോലെ സത്യസന്ധമായി വളരെ ഒരു വ്യത്യസ്തമായ ഒരു രീതി കൂടെയാണ് ഈ ഒരു കഥ ഇതുവരെ എന്നുള്ളത്. വേറെ ഇതിൻ്റെ എൻ്റെ ഒരു ആത്മാവിൻ്റെ ചില അംശങ്ങൾ ഇതിലെല്ലായിടത്തും ഉണ്ട്. എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ കരിയറിൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ ചെയ്ത കഥാപാത്രങ്ങൾ. ഹാപ്പി ജേർണിയിലെ കഥാപാത്രം എൻ്റെ മനസ്സിലുള്ള കഥാപാത്രം. ഓർമ്മിക്കാവുന്ന ചിത്രങ്ങൾ 1-2 ഡയറക്ടേഴ്സിൻ്റെ ഉള്ളൂ. താങ്ക് യു ഫോർ വന്നതിൽ. മിക്കവാറും ഞാൻ പോകുന്ന വിവാഹങ്ങൾക്കൊക്കെ ബന്ധങ്ങളെ കൂടുതൽ താലോലിക്കുന്ന ഒരു പലരും ചെയ്യാറില്ല, ഞാൻ പോലും ചെയ്യാറില്ല, എനിക്ക് പറ്റാറില്ല. പക്ഷേ എങ്കിലും സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ഇന്നും വളരെ സ്നേഹത്തോടുകൂടി മാത്രം വർഷങ്ങളായി എന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അടിക്കുറിപ്പ് എന്നൊരു ചിത്രം, വളരെ വ്യത്യാസമുള്ള ഒരു വേഷം എന്ന ചിത്രം, അതിൽ ഏറ്റവും ശരി ഡയലോഗേ ഇല്ല പടത്തിൽ. ഡയലോഗ് ഇല്ലാത്തതുകൊണ്ട് മോശപ്പെട്ട വേഷമൊന്നല്ല, സംഭാഷണം വേണ്ട കഥാപാത്രത്തിന്, യാതൊരു രേഖകളും ഇല്ലാതെ കപ്പലിൽ കുടുങ്ങിപ്പോയ ഒരു മുസ്ലിം കഥാപാത്രം അടിക്കുറിപ്പ്. മമ്മൂട്ടിയാണ് ഇതിലെ നായകൻ. അത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷമായിരുന്നു. ആ ബന്ധം മനസ്സിലുള്ളതുകൊണ്ടാണ് വന്നത് തന്നെ. തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ വിളിച്ചിട്ടില്ല, പേഴ്സണലായിട്ട് ഒന്ന് വരണം,
സ്നേഹമുള്ളവർ എവിടെയായിരുന്നാലും സ്നേഹമുള്ളവർ തന്നെയാണ്. അവർ വരേണ്ട സമയത്ത് വന്നിരിക്കും. ഒരു മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ വരും, വരാതിരിക്കാൻ സാധിക്കില്ല. പിന്നെ ചേട്ടൻ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഒരു കാര്യം ഞാൻ പറയാം. ചേട്ടൻ ചിലപ്പോൾ പറയുമ്പോൾ ഓർമ്മ വരും. എന്നിലെ ഒരു സംവിധായകനെ ആദ്യം കണ്ടുപിടിച്ച ചേട്ടനാണ്. ഞാൻ ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഓർമ്മ വരുന്നു. അപ്പോൾ ഞാൻ കൃഷ്ണനായർ സാറിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരത്താണ്. ഒരു ദിവസം എനിക്കൊരു ഫോൺ വന്നു, മധു വന്ന് അത്യാവശ്യമായിട്ട് മദ്രാസിലോട്ട് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഷൂട്ടിംഗ് ആണ്, കൃഷ്ണനായർ സാറിനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഡബ്ബിങ്ങാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് അന്നത്തെ കാലത്ത് പ്ലെയിനിലൊക്കെ കയറി മദ്രാസ് ചെന്ന് എയർപോർട്ടിൽ വന്ന് എന്നെ സ്വീകരിക്കാൻ വന്നു. കൊണ്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഹസൻ റഷീദ്, ഓർമ്മ കാലത്ത് ഹസൻ റഷീദ് ഏറ്റവും ടോപ്പ് പ്രൊഡ്യൂസേഴ്സായിരുന്നു. ചേട്ടൻ എയർപോർട്ടിൽ വരുന്നു, എന്നെ പിക്ക് ചെയ്യുന്നു, ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു. അവിടുന്ന് ഈ പറഞ്ഞ റഷീദിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് പറയുന്നത് ഇങ്ങനെ മിടുക്കനായ ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ അന്നൊരു സ്വതന്ത്ര സംവിധായകനാവുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ആ സമയത്ത് എന്നിലെ സംവിധായകനെ ആദ്യം കണ്ട വ്യക്തിയാണ്. അതെ, ആ പ്രോജക്റ്റ് നടന്നില്ല. ആ പ്രോജക്റ്റ് പിന്നെ കുറുക്കൻ്റെ കല്യാണം എന്ന പേരിൽ സത്യൻ അന്തിക്കാടിൻ്റെ ആദ്യത്തെ ചിത്രമാണ്. അതിന് പോകുമ്പം കാരണത്തിരുന്നുകൊണ്ട് പറഞ്ഞ വാചകം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങൾ കൃഷ്ണനായർ സാറിൻ്റെ ഗ്രൂപ്പെല്ലാം സ്വല്പം ഈ തൊഴിലറിയാവുന്നതുകൊണ്ട് സ്വല്പം ഒരു ഈഗോ എന്ന് പറയുന്ന ഉള്ള ആൾക്കാരാണ്. ഇതൊരു നിർമ്മാതാവിൻ്റെ അടുക്കിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഓർമ്മയുണ്ടോ? അതൊക്കെ വളരെ ആ രീതിയിൽ തന്നെ. പക്ഷേ നറുക്ക് വീണില്ല, അത് ഓർമ്മിച്ചല്ലോ സത്യം. ഇതൊന്ന്. ഇനി എൻ്റെ വേറൊരു പേഴ്സണൽ, അതും ചേട്ടൻ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഇപ്പോഴത്തെ നമ്മുടെ നവ്യ നായർ, എൻ്റെ അനന്തരവനാണല്ലോ അവൾ ധന്യയായിരിക്കുന്ന കാലം, സ്കൂളിൽ പഠിക്കുന്ന കാലം, അവളുടെ അരങ്ങേറ്റം. അപ്പോൾ അന്ന് അവളുടെ അച്ഛൻ എന്നോട് വിളിച്ച് പറഞ്ഞു, മധു ചേട്ടാ ആരെങ്കിലും ഒരാളെ വേണം. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ജഗദീച്ചേട്ടനോട് പറയാം എന്ന് പറഞ്ഞ് ചേട്ടനോട് ഞാൻ പറയുന്നു. ചേട്ടൻ വരാമെന്ന് സമ്മതിക്കുന്നു. അത് കഴിഞ്ഞ് അതിനോട് അടുക്കുമ്പോഴത്തേക്ക് ചേട്ടനെ വരേണ്ട ദിവസത്തിനോട് അടുക്കുമ്പോഴത്തേക്ക് ചേട്ടനെ കിട്ടുന്നില്ല. ഞാൻ മദ്രാസിൽ ചേട്ടൻ താമസിക്കുന്ന സ്ഥലത്തും പല സ്ഥലത്തും അന്വേഷിച്ചു, കിട്ടുന്നില്ല. കാര്യം ഈ സ്വന്തക്കാരോട് ഏറ്റ നാട്ടുകാരോടാണ് എന്തെങ്കിലുമൊക്കെ പറയാം, സ്വന്തക്കാരോട് ഏറ്റ കാര്യമാണ് കൊണ്ടുവന്നില്ലെങ്കിലേ. അപ്പോൾ അങ്ങനെ ഞാൻ മുറി അപ്പോൾ ഞാൻ അങ്ങനെ വിഷമിച്ച് ഒരു കിട്ടുന്നില്ല. അപ്പം ഞാനന്ന് ഈ പോകേണ്ട ദിവസം മാവേലിക്കര ഓർമ്മയുണ്ടായിരുന്നു. മാവേലിക്കര അന്ന് പോകേണ്ട ദിവസം ഞാനിങ്ങനെ വിഷമിച്ച് വീട്ടിൽ ഇരിക്കുമ്പോൾ വരാത്തതല്ലേ? അല്ലല്ല, അതാണെങ്കിൽ പറയത്തില്ല. മിക്കവാറും ചെല്ലാറില്ല. സമാധാനിക്കട്ടെ, ഇത് നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ നിരാശനായിട്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ഫോണാണ്, മധു നമുക്ക് പ്രോഗ്രാമിന് പോകണ്ടേ? മധു വിളിച്ചിട്ടില്ലേ ഞാൻ വന്നേ. മദ്രാസിൽ നിന്ന് ഈ പ്രോഗ്രാമിനായിട്ട് സ്വന്തം ടിക്കറ്റിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് മാവേലിക്കര പോയി ആ കുട്ടിയെ അനുഗ്രഹിച്ചു വന്നു. അവൾ അരങ്ങേറ്റത്തോടെ അവൾ മിടുക്കിയായി ആണല്ലോ. അപ്പോൾ ഈ നടക്കാത്ത കാര്യമാണ് പിന്നെ പറയത്തില്ല. നമ്മൾ ഒരാത്താണ് പിന്നെ പറയരുതാ മതിയല്ലോ. പക്ഷെ മധുവാണ് ഇത് പറഞ്ഞത്. പക്ഷെ നവ്യ നായർ ഇതുവരെ ഈ കാര്യം മിണ്ടിയിട്ടേ ഇല്ലല്ലേ? നവ്യ നായർ മറന്നുപോയി, അവളെ മറന്നു കാണും. കുഞ്ഞല്ലേ? മാവേലിക്കരയാണ് പോയത്. അതിൻ്റെ ഫോട്ടോയും എൻ്റെ കൂടെ പോയി എടുത്തു. പിന്നെ ഷൂട്ടിങ്ങിന് നമ്മുടെ ഏത് പടമാണ്? അഭിഭാഷകൻ്റെ കേസ് ഡയറി. ഈ പറഞ്ഞ പോലെ ഭയങ്കര തിരക്കുള്ള സമയം. ഷൂട്ടിങ്ങിന് ഞാൻ അവിടെ കോഴിക്കോട് പോയി. മമ്മൂട്ടിയുടെ ചേട്ടനായിട്ട് നല്ലൊരു കഥാപാത്രമാണ്. അതെ, അത് ഞാൻ പറഞ്ഞില്ല. ആ ചിത്രം എന്താ ചിത്രത്തിന്റെ പേര്? ഭവാനി ചേച്ചി ഡബിൾ റോൾ. അവിടെ ഇവിടെ ചേട്ടൻ്റെ കൂടെ ഒരാൾ, അനിയൻ്റെ കൂടെ ഒരാൾ, ട്വിൻസ് എന്ന് പറഞ്ഞ പത്മജ ഗിരിജ നമ്മൾ കണ്ടില്ലേ? അതുപോലെ ട്വിൻസ് ഭവാനി ചേച്ചി, ചേട്ടന്റെ കൂടെയും ഭവാനി ചേച്ചി, അനിയൻ മമ്മൂട്ടിയുടെ കൂടെയും ഒരു ഭവാനി ചേച്ചി. അങ്ങനെ രണ്ട് സ്വഭാവക്കാരികളായ സ്ത്രീകൾ. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് ഞങ്ങളെല്ലാം പോയി താമസിക്കുന്നു. അപ്പോൾ ചേട്ടന് ഇപ്പോഴത്തെ പോലെ തന്നെ അന്നും 8-10 പടങ്ങൾ ഒരേ സമയത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോൺ അന്നും ഇന്നും ഉപയോഗിക്കത്തില്ല. അന്ന് അത്രയും വ്യാപകവുമല്ല മൊബൈൽ ഫോൺ. അപ്പോൾ സ്വാമിയുടെ സ്വഭാവം അറിയാമേ. സ്വാമി പറയാം, മധുവിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞ അമ്പിളി വരത്തില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് സ്വാമി തുടങ്ങി രാത്രിയും പകലുമായിട്ട് എന്നെ അങ്ങ് നിരന്തരം ചെല്ലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു അമ്പിളി ചേട്ടൻ ഏറ്റെങ്കിൽ ഷൂട്ടിങ്ങിന് വരും. രാത്രി 12 മണി വരെ വന്നിട്ടില്ല. ഞാൻ നിരാശ, ഈ പറഞ്ഞ അതേ നിരാശയിൽ ഞാൻ കിടന്നുറങ്ങുകയാണ്. 5 മണിക്ക് ഒരു റൂം ഞാൻ കഥ തുറന്നു. എൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാവാം. നമ്മുടെ കമ്മിറ്റ്മെൻ്റ് അല്ലേ? പിന്നെ പല സ്ഥലത്ത് ചിലയിടത്തൊക്കെ 12 മണി വരെ വർക്ക് ചെയ്താലേ കാറിൽ പുറപ്പെട്ട് വരാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എന്ത് പറ്റി? എൻ്റെ ഫാമിലിയെ ഞാൻ മിസ് ചെയ്തു. എൻ്റെ വേണ്ടപ്പെട്ടവരുടെ വിവാഹങ്ങൾക്കോ ബന്ധുക്കളുടെ കാര്യങ്ങൾ, എന്തിനെ മരണമറിഞ്ഞോ ഒന്നും പോലും ഇതുവരെ പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുമ്പോൾ അവരുടെ എല്ലാം ധാരണ എന്താണെന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ പഴയ ആളൊന്നുമില്ല, ബന്ധങ്ങളൊന്നും. കാരണം അവർക്ക് എൻ്റെ ഒരു ജോലിയുടെ അവസ്ഥ അറിയില്ല. അതിപ്പം ഡയറക്ടർ നിലയ്ക്ക് മധുവിന് അതിനെപ്പറ്റി അറിയാം, സിനിമയായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും അറിയാം. നമ്മൾ അന്യനോടുള്ള കമ്മിറ്റ്മെൻറ്റാണ് നമുക്കിവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതും. ഇപ്പം പലരും ചിന്തിക്കാത്തതും അതാണ് സത്യം. ഇപ്പോഴത്തെ തലമുറയിൽ പറയല്ല, പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സിനിമയോടുള്ള കമ്മിറ്റ്മെൻറ്റ് വളരെ കുറഞ്ഞിരിക്കുന്നു. കാരണം ഇതൊക്കെ ഈ പ്രോഗ്രാമിൽ പറയണം. ഞാൻ വ്യക്തിയുടെ പേര് പറയുന്നില്ല. സിനിമ ഷൂട്ടിങ്ങിനേക്കാൾ കൂടുതൽ അമ്പലങ്ങളിൽ പോകാനും ഉദ്ഘാടനങ്ങൾക്ക് പോകാനും അല്ലെങ്കിൽ പൊതു സദസ്സുകളിൽ പോകാനും ഒക്കെയാണ് പലർക്കും താല്പര്യം. അതുകൊണ്ട് നിർമ്മാതാവ് ബുദ്ധിമുട്ടുന്നു, ടെക്നീഷ്യൻസ് ബുദ്ധിമുട്ടുന്നു, ഡയറക്ടർ ബുദ്ധിമുട്ടുന്നു, നടന്മാർ ബുദ്ധിമുട്ടുന്നു. ഇത് സ്വയം അവരവർ തന്നെ ചിന്തിച്ച് ഇതാണ് പഴയ കാലത്ത് പറയും, ഇതെൻ്റെ അന്നമാണ്,
ഒറ്റ വാക്കിൽ പഴയ മുത്തശ്ശിമാരോ അല്ല അപ്പൂമ്മമാരോ അങ്ങോട്ട് പറഞ്ഞ എടാ അന്നമാണ്